ഹയാൽ സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യാണ്. അങ്ങനെ ദേവനോട് കാര്യങ്ങളെല്ലാം പരമേശ്വരന് പറയാണ്. ആ ചന്ദ്രശേഖരനെ വന്നതും ആ ജപ്തി നടന്ന സമയത്ത് ചന്ദ്രശേഖരനെ സഹായിച്ചതും പിന്നെ ആ വരുണിനെ രാധിക ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആ വീട്ടിൽ അവരില്ല എന്നുള്ള ആ ഒരു സത്യം കൂടി അവരോട് അങ്ങ് പറയാണ്. അത് കേട്ടിട്ട് ദേവന് ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ദേവൻ ആകെ അങ്ങ് ഡിപ്രസ്ഡ് ആവുകയാണ്. അപ്പോൾ ഈ പരമേശ്വരൻ പറയുന്നുണ്ട്, ആ സമയത്ത് ഞങ്ങൾക്ക് സ്വാർത്ഥതായി ചിന്തിക്കേണ്ടി വന്നു. കാരണം ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന് പറയുന്നത് അമ്മയാണ്. പ്രായമുള്ള അമ്മനെയും കൊണ്ട് തെരുവിൽ ഇറങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ തന്നെ നിന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് കൂടുതലൊന്നും പറയാൻ വയ്യ, ഞാൻ ഫോൺ വെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പരമേശ്വരൻ അങ്ങ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ പിന്നെ ദേവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് ആകെ ടയേർഡായിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ പിന്നെ യശോദക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുകയാണ്. എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ തന്നെ യശോദ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം ദേവത്തെ, എന്താ പറഞ്ഞതെന്ന് കാര്യം പറയാമെന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, കണിമംഗലത്ത് ജപ്തി നടന്നിരിക്കുകയാണ് എന്നൊക്കെ. അപ്പോൾ അത് കേട്ടിട്ട് ഈ യശോദയും ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവളോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ജപ്തി നടന്ന കാര്യം, അതുപോലെ ചന്ദ്രശേഖരന് വന്നതും ആ പണം എല്ലാം കൊടുത്ത് സെറ്റിലാക്കിയതും, പക്ഷേ നമ്മുടെ വരുണിന് രാധികനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ യശോദ അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പോൾ യശോദ, ഈശ്വര എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ടെൻഷൻ ആവുന്നു. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അവർ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോയിരിക്കുകയാണ്. ഈശ്വര, എൻ്റെ മകൾ ഇനി എന്താണ് അവ സംഭവിക്കുക, അവളെവിടെയാണ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ദേവന് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടപ്പെട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകൾ എന്ന് പറയുന്നത് ഒട്ടും ഭാഗ്യമില്ലാത്തൊരു പെൺകുട്ടിയാണ്. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്നെ അനാഥയായി ജീവിച്ചതിന് ശേഷം ഒരു അമ്മനെ കിട്ടി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം തന്നെ അവിടെ കണിമംഗലത്തെ പ്രശ്നങ്ങളായി. അവിടെ നിന്ന് എല്ലാ പ്രശ്നങ്ങൾക്കൊന്ന് മോചനം ലഭിക്കാൻ ഈ ശ്യാമ സഹായിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അമ്മനെ കാണാതായി. ഇപ്പോൾ അമ്മനെയും നഷ്ടപ്പെട്ടു, ഈ ഭർത്താവിൻ്റെ വീടും എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ തെരുവിൽ ഇറങ്ങേണ്ടി വന്നു എൻ്റെ മകൾ. എന്താണാവോ അവൾക്ക് ഇത്ര ഭാഗ്യമില്ലാത്തൊരവസ്ഥയായി പോയത്, അവളിങ്ങനെ ആയി പോയത് എന്താണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവനും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക കണിമംഗലത്ത് ചെയ്തു വെച്ചതിൻ്റെ ഭാഗ്യമാണ് ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ വന്നിട്ട് അങ്ങ് പൂർത്തീകരിച്ചത്. ഇപ്പോൾ കണിമംഗലം മുഴുവൻ അവരുടെ കയ്യിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഇവർ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ വരുണ് രാധികയാണെങ്കിൽ ആ ജ്വല്ലറിയിൽ അങ്ങ് എത്തിയിരിക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ സൂര്യയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങൾ പോയിട്ട് ഒന്ന് വിറ്റിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മാത്രം ജ്വല്ലറിയിൽ അങ്ങ് കയറുന്നുണ്ട്. അപ്പോൾ ആ ജ്വല്ലറിക്കാരനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞങ്ങൾക്ക് സ്വർണം വിൽക്കാണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ആ അതിനെന്താ വിൽക്കാലോ, ഏതാ സാധനം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ആ സ്വർണ്ണമാല അങ്ങ് വാങ്ങുന്നുണ്ട്. എന്നിട്ട് ആ കടക്കാരന് സാധാരണ ജ്വല്ലറിക്കാരൊക്കെ സ്വർണം കിട്ടിയാൽ ചെയ്യുന്ന പോലെ തന്നെ ഇതങ്ങനെ ഉരച്ച് നോക്കുന്നു, ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ രാധിക ചോദിക്കുന്നുണ്ട്, അല്ല ചേട്ടാ, ഈ സ്വർണ്ണം ഒറിജിനൽ തന്നെയാണ്, ഞാൻ എൻ്റെ കഴുത്തിൽ എൻ്റെ താലിമാലയാണ്, ഈ വീട്ടിലെ ഒരു സാഹചര്യം കൊണ്ട് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി നിന്നതാണ് എന്നൊക്കെ അങ്ങനെ ഇവൾ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും, ഇത് ഞങ്ങളൊരു പ്രൊസീജിയറാണ്, ഞങ്ങൾ ഈ ജോലിയുടെ ഒരു ഭാഗമാണ്. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിനിടയിലേക്ക് രണ്ടോ മൂന്നോ തവണ ഒന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, ഇത് പെർഫെക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. എന്നിട്ട് ഇവരോട് അങ്ങ് വിൽക്കാനുള്ള ആ ഒരു പ്രൊസീജിയറൊക്കെ നടക്കുന്നതിൻ്റെ ആ ഇടയിലേക്ക് ആ ഒരു രണ്ട് പോലീസുകാരങ്ങ് കയറി വരുന്നുണ്ട്. അവൻ പോലീസ് വണ്ടി നിർത്തിയിട്ട് നേരെ കടയിലേക്ക് കയറി പോകുന്നൊക്കെ സൂര്യ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സൂര്യക്ക് ഇങ്ങനെ തോന്നുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അങ്ങനെ ഈ സൂര്യ അങ്ങ് നോക്കി കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോലീസുകാർ രണ്ടുപേരും കടയിൽ കയറിയിട്ട് എന്താ ഇവിടെ നടക്കുന്നത്, എന്താ ഇവിടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കണം കടക്കാരനോട്. അപ്പോൾ കടക്കാരൻ പറയുന്നുണ്ട്, സർ ഇത് എൻ്റെ ജ്വല്ലറിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഇയാൾ. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അത് സർ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്, ഞാനിവിടെ സ്വർണ്ണം വെക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പോലീസുകാർ പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, അത് പിന്നെ ഇവർ സ്വർണ്ണം വിൽക്കാൻ വേണ്ടി വന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പോലീസുകാർ എന്നാൽ ആ സ്വർണ്ണം ഒന്ന് നോക്കട്ടെ, ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു താലിമാല അവരങ്ങ് മേടിക്കുകയാണ്. എന്നിട്ട് ഇവർ ചെക്ക് ചെയ്തതിന് ശേഷം നേരെ ഇവരങ്ങ് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ രാധികയും വരുണും ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങോട്ടാണ് ഇത് കൊണ്ട് പോകുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് ഈ പോലീസുകാർ പറയുന്നുണ്ട്, അത് ഇവിടെ അടുത്ത ഒരു സ്ത്രീയുടെ മാല സ്നാച്ചിങ് നടന്നിട്ടുണ്ട്, അപ്പോൾ അവർ പറഞ്ഞു തന്ന ഈ സിമ്പലൊക്കെ ഈ മാലയായിട്ട് നല്ല സാമ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്കിനി ഈ സ്വർണ്ണമാല വേണമെന്നുണ്ടെങ്കിൽ നേരെ ആ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ മേടിച്ച് കൊണ്ട് പോക്കോളൂ എന്നൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അങ്ങ് പ്രതികരിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് സാറേ, എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ ഒരു 10 മിനിറ്റ് വരെ മുന്നേ കിടന്നിരുന്ന മാലയാണിത്, പിന്നെ ഇതെങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച മാല ആകും എന്നൊക്കെ അങ്ങനെ ഇവർ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാരൻ സമ്മതിച്ച് കൊടുക്കുന്നില്ല. ഈ പോലീസുകാരൻ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് ചെയ്താൽ മതി, ഇത് അതിന് അതുപോലെ ആ ഒരു സിമിലാരിറ്റി ഉള്ളൊരു മാല തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോവാണ്, ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റേഷനിൽ വന്ന് വാങ്ങിക്കോളൂ, അത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ എന്നൊക്കെ അങ്ങനെ ഇവരോട് അങ്ങ് പറയാണ്. അപ്പോൾ തന്നെ സൂര്യ അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അല്ല ആ മാല കൊണ്ടുപോകാൻ പറ്റില്ല സാറേ, നിങ്ങളെന്താ
നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മാലമോഷണം നടന്നെന്ന് വിചാരിച്ച് ആ നാട്ടിലെ മാല ഇട്ട് നടക്കുന്ന എല്ലാവരുടെയും മാലയും കൊണ്ട് നിങ്ങൾ പോകുമോ എന്നൊക്കെ അങ്ങനെ സൂര്യ അങ്ങ് അവരോട് കയർത്തങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ പറയുന്നത് അതിന് താൻ ആരാടാ ഇതൊക്കെ ചോദിക്കാൻ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട് ഞാൻ ഇവൻ്റെ ചേട്ടനാണ്, ഞങ്ങൾ രണ്ടുപേരും കണിമംഗലത്തെ പരമേശ്വരൻ്റെ മക്കളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പോലീസുകാരെ അറിയുന്നുണ്ട് അതിന് നിങ്ങൾ മക്കൾ ആരെങ്കിലും ആയിക്കോളൂ, പക്ഷേ ഈ മാല ഇത് ഞങ്ങൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോന്ന് വാങ്ങിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൻ വീണ്ടും പ്രതികരിക്കുകയാണ് അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പോലീസുകാരൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയറിന് നിങ്ങൾക്ക് മാല അവസാനം തിരിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് അങ്ങ് കാര്യത്തിൽ സംസാരിച്ച് ആ രണ്ട് പോലീസുകാരും അങ്ങ് കയറി പോവുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാലയും കൊണ്ട് തിരിച്ചു പോകാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇവർ ആ മാലയും കൊണ്ട് പോകുന്ന സമയത്ത് ഈ രാധിക അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ പൊന്നു സാറേ ഞങ്ങൾക്ക് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്, ആ അവസ്ഥയിൽ ഈ മാല മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു രക്ഷക്കായിട്ട്, അതും കൂടി അങ്ങ് ഇങ്ങനെ കൊണ്ടുപോകരുത് എന്നൊക്കെ അങ്ങനെ ഇവൾ അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ പോലീസുകാരൊന്നും ചെവി കേൾക്കാതെ അതും കൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്വർണ്ണ ജ്വല്ലറിക്കാരൻ പറയുന്നുണ്ട് അല്ല എന്താ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ പറയുന്നുണ്ട് ആ മാലമോഷണം ഇവർ നടത്തിയ ഈ ഒരു കാര്യങ്ങളൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം, ഈ പോലീസുകാർ ആ മോഷണക്കാരും ഒക്കെ കണക്കാണ്. ഈ സൂര്യ ആ ഒരു ജ്വല്ലറിക്കാരനോട് അങ്ങ് തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജ്വല്ലറിക്കാരൻ ഇത് എന്തൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നത് എന്നുള്ള മട്ടിലാണ് ആ ജ്വല്ലറിക്കാരൻ നിൽക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഇത് ആ ചന്ദ്രശേഖരൻ്റെ പിന്നിലുള്ള കളികളായിരിക്കും, അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ തന്നെ നിന്നാൽ അവർ ആ സ്വർണ്ണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അവരെന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കും, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ കാറ് കയറിയിട്ട് ആ ഒരു പോലീസ് വണ്ടിയുടെ പിന്നാലെ തന്നെ വിടുകയാണ്. അപ്പോൾ ഈ പോലീസ് വണ്ടി എന്ന് പറഞ്ഞാൽ ഇവർ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടെന്ന് അറിയുമ്പോൾ സ്പീഡിൽ അങ്ങ് പോയിട്ട് ഓരോ വളവും തിരിവൊക്കെ തിരിഞ്ഞ് നല്ല ഇവരുടെ മുന്നിൽ നിന്ന് കണ്ണിൽ പെടാതെ അങ്ങ് രക്ഷപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഫോളോ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പോലീസ് വണ്ടി അങ്ങ് കാണുന്നില്ല. പിന്നെ ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് ആ ഒരു അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് അവരങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ ആ അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് അവരങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ആ ഒരു ജ്വല്ലറിയിൽ അങ്ങനെ ഒരു പോലീസുകാർ വന്നത് ആ സ്റ്റേഷനിലുള്ളവർ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഇവർ അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. വരുൺ എന്തായാലും നടന്ന സംഭവം മൊത്തം ആ ACPക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ആ ACPനോട് പറയുന്നുണ്ട് ഞങ്ങളങ്ങനെ ആ ഒരു ജ്വല്ലറിയിൽ എത്തിയ സമയത്ത് തന്നെ രണ്ട് പോലീസുകാർ വന്നത് അവിടെ ഒരു സ്ത്രീയുടെ അടുത്ത് നിന്ന് മാല മോഷണം പോയിട്ടുണ്ട് എന്നും ആ മാല ഇതുപോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ പോലീസുകാർ ആ ഒരു ചെയിന് കൊണ്ടുപോയെന്ന് ഇവിടെ അടുത്തുള്ള ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആ സ്വർണം വാങ്ങിയിട്ട് പോകാനൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ സ്റ്റേഷനിലുള്ള ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇതിന് മുന്നിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് സാർ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ACP പറയുന്നുണ്ട് അത് ശരിയാണ്, അതിൻ്റെ മുന്നിൽ എന്തോ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അതായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് ഞങ്ങൾ ആ ഒരു ഏരിയ മൊത്തം ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടത്താൻ. എന്തായാലും അന്വേഷണം നല്ല ഊർജിതമായിരിക്കും, അവരെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ പിടിക്കാൻ നോക്കാം, വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ACP പറയുന്നുണ്ട്. അപ്പോൾ ഈ ACPനോട് പറയുന്നുണ്ട് സാർ എൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, ഞങ്ങളിപ്പോൾ തെരുവിലാണ്, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ആകെ ആ ഒരു മാല ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഇതിന് പിന്നിൽ നല്ലൊരു ഗൂഢാലോചന തന്നെ ഉണ്ടാകും, അതിന് അത് കിട്ടാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ വരുന്ന ഇപ്പോൾ ACPനോട് പറയുന്നുണ്ട്. അപ്പോൾ ACP പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവരെ തന്നെ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ACP ഇവർക്കൊരു ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് പോലീസുകാർ വേഷം കെട്ടി നടന്ന ഈ രണ്ട് പേര് നേരെ ചെല്ലുന്നത് ആ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ ചന്ദ്രശേഖരനും ഗൗതമും പിന്നെ ആ സേറയുണ്ട്, അവരുടെ അടുത്തേക്കാണ് ഇവർ രണ്ടുപേരും നേരെ പോകുന്നത്. അപ്പോൾ തന്നെ ഇതൊക്കെ അവരുടെ പ്ലാനിങ് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇവർ നേരെ ആ ഒരു ചെയിന് കൊണ്ടിട്ട് ഈ ചന്ദ്രശേഖരൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ ഭയങ്കര ചിരിച്ചിട്ട് ഇങ്ങനെ വെൽഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ ആ ഒരു ജ്വല്ലറിയിൽ പോയിട്ട് ആ സ്വർണം പിടിച്ച് വാങ്ങുന്ന സമയത്ത് അവർ നന്നായിട്ട് പ്രതികരിച്ചതാണ്, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞതാണ്, അവർ നന്നായിട്ട് പ്രതികരിക്കും എന്നുള്ളത് എന്നൊക്കെ ആ പോലീസുകാരോട് അങ്ങ് പറയണം. അപ്പോൾ ആ പോലീസുകാർ പറയുന്നുണ്ട് അത് ശരിയാണ്, എന്നിട്ട് ഞങ്ങളുടെ പിന്നാലെ തന്നെ വിട്ടിരുന്നത്, ഞങ്ങൾ പോകുന്ന ആ സമയത്ത് തന്നെ അവരുടെ വണ്ടി എടുത്തിട്ട് ഞങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, കുറേ നേരം പിന്നാലെ നടന്നപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ ഒരു ഇടവഴിയിലൂടെയൊക്കെ അങ്ങ് എസ്കേപ്പ് ആയതാണ് എന്നൊക്കെ ഇവരോട് പറയാണ്. അപ്പോൾ ഇവർ അതെന്തായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ പിന്നെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയിട്ട് ആ മാലയും കൊണ്ട് പോകാനൊക്കെ പറഞ്ഞത്, അവരിപ്പോൾ അവിടെ ചെന്ന് എത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതൊരു തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്ത് വളരെ നന്നായി, ഇനി പെട്ടെന്ന് ഈ യൂണിഫോമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേഗം വിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പൈസ അവർക്ക് അങ്ങ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഓക്കെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തന്നെ അതൊരു അവരുടെ ഒരു വാടകയ്ക്ക് അവിടെ എടുത്ത ആളുകളായിരുന്നു ഈ രണ്ട് പോലീസുകാർ എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു പണം കിട്ടിയിട്ട് അവരങ്ങ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ ഈ ചന്ദ്രശേഖരനും സേറയും ഈ ഗൗതമും കൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഈ സേറ പറയുന്നുണ്ട് ഇനി ചന്ദ്രശേഖരനെ ആര് ഉപദ്രവിച്ചാലും അതിനുള്ള പണി അവർക്ക് കിട്ടിയിരിക്കും, എനിക്ക് ഈ കണിമംഗലത്തുള്ള
എല്ലാവരുടെ ആ മുന്നിൽ നിന്ന് ഈ രാധികയും വരുണും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കിട്ടിയൊരു സുഖം, അത് വല്ലാത്തൊരു ഫീലാണ്. അവരുടെ ആ ഒരു കൂട്ടക്കരച്ചിൽ, അതൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലടിച്ച് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പം ഗൗതം പറയുന്നുണ്ട്, എന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചതാണ്, എന്നെ അവരാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്, അപ്പോൾ ഇപ്പോൾ അവരാണ് തെരുവിൽ എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയാണ്. അത് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ശരിയാണ്, എൻ്റെ മകനെ അവർ അവിടെ നിന്ന് ആട്ടി ഇറക്കി, എൻ്റെ മകന് തെരുവിൽ ഒന്നുമില്ലാതെ അങ്ങനെ അലഞ്ഞു നടന്ന് ഇപ്പോൾ ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഈ വരുണും രാധികയും, അവരുടെ ആ ഒരു അവസ്ഥ ഇതുപോലെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രശേഖരൻ്റെ സാറിനോട് അങ്ങ് പറയണം. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, വേറൊരു പ്രശ്നമുണ്ട് മാഡം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആ ACP എന്ന് പറയുന്നത് ശ്യാമനെ സ്വന്തം ഒരു പെങ്ങളായിട്ടൊക്കെ കാണുന്ന ഒരു കുടുംബക്കാരി പോലെ, ഒരു നല്ല ബന്ധം പോലെയാണ് അവർക്ക്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് അന്വേഷിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സേറ പറയുന്നുണ്ട്, അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാം അന്വേഷിക്കട്ടെ, പക്ഷേ നമ്മുടെ ബുദ്ധി അവർക്ക് മേലെയാണ്, അതുകൊണ്ട് ആ ഒരു കാര്യത്തെ പേടിക്കണ്ട, ആ ACPനൊന്നും പേടിക്കണ്ട, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ സേറ അവർക്ക് അങ്ങ് ഉറപ്പ് കൊടുക്കണം. അപ്പോൾ പിന്നെ ഈ ഗൗതം രണ്ടാമത്തെ പ്രശ്നം പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ വർണ്ണിന് എന്ന് പറയുന്ന അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ സേറ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരുടെ ജീവൻ നമുക്ക് അങ്ങ് എടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അല്ല സേറ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ സേറ പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ത്രില്ലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ നമ്മുടെ വരുണും രാധികയും കൂടി ആകെ ടെൻഷനായി നിൽക്കുകയാണ്. കൂടെ ആണെങ്കിൽ നമ്മുടെ സൂര്യയുണ്ട്, എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഉറപ്പ് വരികയാണ്, എന്തായാലും ഇതിനെല്ലാത്തിനും പിന്നിൽ നമ്മുടെ കണിമംഗലം നഷ്ടപ്പെടാനും നശിക്കാനും ഈ ഒരു സംഭവത്തിന് നമ്മളെ ഈ തെരുവിലാക്കിയത്, ഈ ജ്വല്ലറിയുടെ പിന്നിൽ, എല്ലാത്തിൻ്റെ പിന്നിലും ഈ ചന്ദ്രശേഖരൻ തന്നെയാണ്, നമ്മുടെ ചെറിയച്ഛൻ തന്നെയാണ്, അവർ കാരണമാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ തെരുവിൽ ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാവും ഒരു കാർ അവരുടെ അടുത്തേക്ക് അങ്ങ് വന്ന് നിർത്തണ്. എന്നിട്ട് അതൊന്ന് ഇറങ്ങി വരുന്നത് ഇതാ ചന്ദ്രശേഖരനും. അപ്പോൾ ഇവർ നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് ചന്ദ്രശേഖരനെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, അല്ല നിങ്ങളിവിടെ എന്താ എടുക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ചന്ദ്രശേഖരൻ ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രശേഖരനോട് പറയുന്നുണ്ട്, നിങ്ങളാണ് എല്ലാത്തിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ ഇവർ ഈ ചന്ദ്രശേഖരനോട് പറയുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ആ അത് ശരിയാണ്, എല്ലാത്തിൻ്റെ പിന്നിൽ ഞാനാണ്, ഈ കണിമംഗലം ഇങ്ങനെ ഒരു തകർച്ചയിൽ എത്തിച്ചത് ഞാനാണ്, ഈ ഒരു സ്വർണ്ണത്തിൻ്റെ പിന്നിൽ, ഈ സ്വർണ്ണം തട്ടിയെടുത്തതൊക്കെ ഞാൻ തന്നെയാണ് എന്നൊക്കെ ഇവരോട് പറയണം. നിങ്ങൾ എന്നെ ആ കണിമംഗലത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് ഞാൻ ആ ജയിലിൽ നിന്ന് വെറുതെ വിശ്രമിക്കുമായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത്. ഓരോ ദിവസവും ഞാനിങ്ങനെ എണ്ണി പ്രതികാരം തീർക്കാൻ വേണ്ടി കാത്തിരിക്കേനി. ഓരോ ദിവസം കൂടുന്തോറും ആ ഒരു കൂടിയതിൻ്റെ കാരണം നീ ഈ വരുണും രാധികയാണെന്നുള്ളൊരു പാക മുഴുവൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഈ കണിമംഗലം നശിപ്പിക്കാമെന്നൊക്കെ ചിന്തിച്ച് നടക്കുമായിരുന്നു എന്നൊക്കെ ഇവരോട് പറയുമ്പോൾ തന്നെ ഇവർക്ക് അങ്ങ് കലി കയറുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞാൻ ആ ഒരു പ്രതികാരത്തിന് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാണ്, ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരങ്ങ് ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ സൂര്യയല്ല ആൾ, സൂര്യക്ക് പെട്ടെന്ന് അങ്ങ് കലി കയറുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതിന് ദേഷ്യം വരികയാണ്. അപ്പോൾ സൂര്യ അവരെ അങ്ങ് തല്ലാനൊക്കെ വരികയാണ്. ചെറിയച്ഛനാണോ എന്നൊന്നും നോക്കാതെ ഇവരുടെ ക്യാരക്ടറിനനുസരിച്ച് അങ്ങ് കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, നിങ്ങളിപ്പം വല്ലാതെ ആവേശം കാണിക്കണ്ട, കാരണം നിൻ്റെ അച്ഛനും അമ്മയൊക്കെ എൻ്റെ അടുത്താണ്, അവരെ കഷ്ടപ്പെടുത്താൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവരെ വെച്ച് അങ്ങ് ഭീഷണിപ്പെടുത്താണ്. സ്വന്തം അച്ഛനും അമ്മയും ഇപ്പം അവരുടെ കീഴിലാണല്ലോ, അപ്പോൾ അവർക്ക് എന്തും ചെയ്യാൻ കഴിയും, അതുകൊണ്ട് അവർ പറയുന്നത് പോലെ അങ്ങ് അനുസരിച്ച് നിൽക്കാനോ അവരുടെ താഴ്ന്ന് നിൽക്കാനോ ഒക്കെയാണ് എന്തായാലും ചന്ദ്രശേഖരൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഇവർക്ക് ഒന്നും മിണ്ടാനും കഴിയുന്നില്ല, കാരണം അച്ഛനും അമ്മയും ആ ഒരു തണലിലാണ് എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ അവരങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് വേറൊരാളും കൂടി, ഗൗതമും കൂടി അങ്ങ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഗൗതമിനെ കാണുമ്പോൾ ഇവർക്ക് വീണ്ടും കലി വരുന്നുണ്ട്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്നെ തെരുവിലിറക്കിയത് നിങ്ങളാണ്, അതുകൊണ്ട് ഇതിനുള്ള പ്രതികാരം മൊത്തം ഞങ്ങൾ തീർക്കും എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്തായാലും തുറന്ന് ഇവരോട് തന്നെ പറയാണ്, എല്ലാത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ തന്നെ ആയിരുന്നു എന്നും, പിന്നെ നിന്നെ വിശ്വസ്തനായി നിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന ആ ഒരു ബെഞ്ചമിനെ ഞാൻ നിയോഗിച്ചതായിരുന്നു എന്നൊക്കെ ഈ വരുണിനോട് അങ്ങ് പറയാണ്. അവനെ നിന്നെ ചതിച്ചത് എല്ലാം ഞാൻ പറഞ്ഞ ഒരാളായിരുന്നു അവനെ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഈ വരുണിനോട് പറയുമ്പോൾ വരുണിനെ അങ്ങ് ഷോക്കാവുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലല്ല ഇവരായിരുന്നു, എല്ലാത്തിനും പിന്നിൽ ഈ ചെറിയച്ഛനായിരുന്നു, ഈ ചതി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ എന്നെ ഇറക്കി വിടുന്ന സമയത്ത് നിങ്ങൾ എന്നെ തല്ലിയൊരു തല്ലുണ്ട്, ആ തല്ല് ഞാൻ തിരിച്ച് തല്ലാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് എന്തായാലും എപ്പിസോഡ് അങ്ങ് കഴിയുന്നൊക്കെ ഉണ്ട്. പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു പരാതിയുണ്ട്, എൻ്റെ മകളുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ തല്ലുന്നത് നേരെ നമ്മുടെ രാധിക ഗൗതമിനെയാണെന്ന് മാത്രം. അപ്പോൾ അടുത്ത പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്, രാധിക ഗൗതമിനിട്ട് നല്ല പെട കൊടുക്കുന്നുണ്ട്, അവൻ്റെ മുഖത്ത് കാരണക്കുറ്റി കിട്ട് നന്നായിട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ആ ഒരു സാഹചര്യം എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.